ഹാപ്പി ഓണം ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ചാറ്റ് ടോക്സ് ഇത് വൈബഗുണ്ടിൻ്റെയും വക ഓണാശംസകൾ. എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു, പായസമൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് കാണാനും മറക്കരുത്. സോ ഇത്തവണത്തെ BB ടൈറ്റിൽ വിന്നർ ഒരു ലേഡി ആകുമോ, അനു ആകുമോ എന്നുള്ള പലയിടത്തും ക്ലോസിനായിട്ട് അനു കപ്പ് തൂക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡിസേർവ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവർ കപ്പെടുക്കട്ടെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ വേണേ അനു എടുക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല, ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് അനു അങ്ങ് തൂക്കി, ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ വിധി അവിടെ അകത്ത് അറിഞ്ഞു അനുവിനാണ് ഫുൾ സപ്പോർട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അനുവിൻ്റെ പായസം കഴിക്കാനൊക്കെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. അനുവിൻ്റെ സ്പെഷ്യൽ ഡിഷ് അനു ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് പ്രേക്ഷകർ, കാരണം 3 കോടി ജനങ്ങൾ കാണുന്ന ഈ ഷോയിൽ അനുവിനെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ അനുവിന് ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് ചിന്തിക്കാവുന്നുള്ളൂ. അതിൽ മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ മുറുമുറുപ്പുണ്ട്. അനീഷിനെ ഒഴിച്ച് ആ ഒരു സിറ്റുവേഷൻ അനു സ്കോർ ചെയ്തു. 2 അനു ആ പാവയുടെ കേസ് ഈ പറഞ്ഞ മാതിരി അനു ബെല്ല എന്നുള്ള രീതിയിലൊരു സംഭവം ഫോം ആയിട്ടുണ്ട്. ആൻഡ് 3rd തിങ് വന്നിട്ട് ശൈത്യയും അനുവായിട്ടുള്ള ഒരു ഉടക്ക് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ അനു ഇന്നലെ നല്ല രീതിയിലൊരു കണ്ടന്റ് ഫോം ആക്കിയിട്ടുണ്ട്. അതേപോലെ മറ്റേ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അനു ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, അനു ജനാർദ്ദനൻ ചേട്ടനൊക്കെ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗിസേലിന് നല്ല രീതിയിൽ പണി കൊടുത്തു, നല്ല വണ്ടർഫുൾ ആയിട്ട് തന്നെ ചെയ്തു. അതിൽ ഏറ്റവും നല്ല ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിശ്രീ വന്നിട്ട് അനുവിനെ എടുത്ത് കറക്കുന്നുണ്ട്. അപ്പൊ ഗിസേല് വന്നിട്ട് അയ്യോ ഇത് ഗിസേല് ഷോർട്ട് ടോപ്പ് ഇട്ടേക്കണം, കാരണം ഈ ഡ്രസ്സിൽ എനിക്ക് കറങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ട് ഗിസേല് പോയിട്ട് ഡ്രസ്സ് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. അപ്പം എവിടെ നോക്കിയാലും എല്ലാ നോക്കാൻ കോർണറിൽ അനുവിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു കണ്ടസ്റ്റൻസിന് അനു ഹൈപ്പായി, ഇനി അനുവിന്റെ അടുത്തേക്ക് എങ്ങനെ റീച്ച് ആകണം എന്നുള്ളൊരു തോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനു ആസ് എ പേഴ്സൺ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ ഞാൻ കമ്പയർ ചെയ്യാണ്. ആള് ഭയങ്കര ലൈറ്റ് ആയിരുന്നു, സെൻസിറ്റീവ് ആയിരുന്നു, പാവായിരുന്നു, കരച്ചിലായിരുന്നു. അപ്പം അതേ മോഡ് തന്നെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ഇമോഷണൽ ഇംബാലൻസിൽ ഒന്ന് പറഞ്ഞാലോ 2ാം വാക്കിന് കരയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും ഉണ്ടായിരുന്നു, ഈവൻ എനിക്കും കണ്ടപ്പോൾ ഈ കൊച്ചു തൊട്ടയം പിടിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ അതിനെ പറ്റിയ സ്ഥലങ്ങളിൽ ബിഗ് ബോസിന് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഗ്രാഫ് അങ്ങ് ഉൾട്ടയടിച്ച് ഗ്രാഫ് നല്ല രീതിയിൽ ഹൈപ്പായിട്ട് ആ ഒരു സ്റ്റാർ, അതായത് BB സീസൺ 7 ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈസ് ഈക്വൽ ടു അനുമോൾ ഷോ എന്നുള്ള രീതിയിൽ ഫുൾ ഫയർ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയത്തില്ല ഇത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഏത് രീതിയിൽ വേണമെങ്കിലും മാറാം. എല്ലാ സീസണിലും ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഒരാൾ ലീഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുമോളാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം അനുമോളാണ് കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ളത്. നല്ല രീതിയിൽ സപ്പോർട്ട് പുറത്തുനിന്നുണ്ട്. അത് അത് അകത്തുള്ള ആളുകൾക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു മെനു ഉണ്ട്. ആ മെനു ഇതിന്റെ തംബ്നെയിൽ ഞാൻ വയ്ക്കുന്നുണ്ട്. അതായത് കുറേ സംഭവങ്ങളുണ്ട്. എന്താ ആര്യൻ നിർത്തി പൊരിച്ചത്, ഷാനവാസ് അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇന്നലെ കണ്ടത്, എനിക്ക് ഓർമ്മയില്ല. അതേപോലെ അതിനകത്തൊരു ഫണ്ണി കമന്റ് ഒന്നുണ്ടായിരുന്നു, ഈ പോസ്റ്റിന്റെ താഴെ രേണു അടി പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇത്തവണ നല്ല രീതിയിലുള്ള BB സീസൺ 7 ട്രോള് തന്നെ ഏഷ്യനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആകെ മൊത്തം ടോട്ടലി ആസ് ഓഫ് നൗ ഇപ്പോൾ BB സീസൺ 7 എന്ന് പറയുന്നത് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലും അതെല്ലായിടത്തും അറിയപ്പെടുന്നത് അനു 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 എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ രീതിയിലേക്ക് ഷോ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. വൈസായിട്ട് തന്നെ വോട്ട് ചെയ്യുക. ഒരാളോട് ഉള്ള ഇഷ്ടം എന്നതിൽ ഉപരി നല്ലതായിട്ടൊരു ഗെയിമർ ആരാണോ അവരെ സെലക്ട് ചെയ്യുക. ആസ് ഓഫ് നൗ ഇപ്പോൾ ഷോ മുഴുവൻ തൂക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, അനുമോളാണ്.